Okay, so we continue the next section in advanced computing. So in last section we discussed different applications of computation intelligence. We discussed what is biometrics and what is robotics and what is computer vision. So next application area is in natural language processing. So short form of natural language processing NLP. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് പറയുന്ന ലാംഗ്വേജിനെയും നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യില്ല, അതെങ്ങനെയാണ് ഇവിടെ പ്രോസസ്സിംഗ് നടത്തുന്നതെന്നാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ പറയുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് സിസ്റ്റം that allow computers to communicate with people using any human language such as English, Malayalam, etc. ഇത് ഹ്യൂമന് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിനെയാണ് എന്തെന്ന് അതിൻ്റെ ഒരു അതിനെയാണ് അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് പീപ്പിൾസ് ടു ഇൻട്രാക്ട് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദെയർ ഓൺ ലാംഗ്വേജ്. അപ്പം ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ പറയാം, ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ തന്നെ പറയണത് ഞാൻ ചിലത് ഇംഗ്ലീഷിൽ പറയുന്നു, ചിലത് മലയാളത്തിൽ പറയണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റണത്, ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ആക്സസ് ചെയ്തിട്ടാണല്ലോ വീണ്ടും നമുക്ക് തിരിച്ച് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടും കേൾപ്പിച്ചു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എന്തെന്ന് ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് സിസ്റ്റംസ് that allow computers to communicate with people using any human languages such as English or Malayalam. ഇനി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ ഡസ് ടു തിങ്സ്. അതിൽ മെയിൻലി രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങും ആവശ്യമാണ്, അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനും ആവശ്യമാണ്. അത് നാച്ചുറൽ നമ്മൾ പറയേണ്ടത് മനസ്സിലാക്കിയാൽ മാത്രമേ തിരിച്ച് നമുക്ക് എന്ത് കിട്ടുള്ളൂ, തിരിച്ചൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. സോ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീസണിങ് ദ ഇൻപുട്ട് വിച്ച് ഈസ് എനി നാച്ചുറൽ ലാംഗ്വേജ്. ഏത് നാച്ചുറൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ആര് ചെയ്യേണ്ടത്, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണത്. ഇനി അതിന് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് തിരിച്ച് അതൊരു പ്രോസസ്സിങ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് തന്നതാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത്. So it deals with the creation of output. There are voice recognition systems that can convert spoken sounds into written words. നമ്മൾ പറയുന്ന സൗണ്ടിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം തന്നെ അതിനകത്തുണ്ട്. അത് വെച്ചിട്ടാണ് അതെല്ലാം കൺവേർട്ട് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഏരിയയാണ് ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ. എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ പറയുന്ന സ്പീച്ചൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് എന്താണ് ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം അലൗസ് എ കമ്പ്യൂട്ടർ ടു ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ദാറ്റ് എ പേഴ്സൺ സ്പീക്സ് ഇൻ ടു എ മൈക്രോഫോൺ ഓർ ടെലിഫോൺ ആൻഡ് കൺവേർട്ട് ഇൻ ടു റിട്ടേൺ ടെക്സ്റ്റ്. അതായത് ഒരു പേഴ്സൺ പറയണം, മൈക്രോഫോണോ ഇല്ലെങ്കിൽ ടെലിവിഷനോ അതിൽ ടെലിഫോണിൽ കൂടെ നമ്മൾ പറയുന്ന ഓരോ വേർഡ്സുകളെയും അത് ഒരു പേഴ്സൺ പറയുന്ന വേർഡ്സുകൾ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റണതിനെയാണ് എന്താ ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം അലൗസ് എ കമ്പ്യൂട്ടർ to identify the words that a person speaks into a microphone or a telephone. ഇനി ASR is a mode of interaction between human. അപ്പോൾ അത് ASR ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, നമ്മൾ പറയണതിൻ്റെ ഇടയിൽ അപ്പോൾ കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരാളാണ് എന്തെന്ന് പറയുന്നത് ASR എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ് OCR ആൻഡ് HCR എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഇല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ OCR ആൻഡ് HCR ഈസ് യൂസ്ഡ് ഫോർ പാറ്റേൺ റെക്കഗ്നിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരേപോലത്തെ പാറ്റേൺ ആണോ അല്ലേ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ OCRും HCRും യൂസ് ചെയ്യണത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR converts the scanned image of printed text അല്ലെങ്കിൽ ന്യൂമറൽസ് ലെറ്റേഴ്സ് സിമ്പിൾസ് ഇൻ ടു എ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ പറഞ്ഞു OMR ഷീറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യമല്ല ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അപ്പം നമ്മൾ ഇതിൽ കൊടുക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടാണ് എന്തിനു പറ്റുള്ളൂ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷന് പറ്റുള്ളൂ. ഇനി HCR എന്ന് വെച്ച് കഴിഞ്ഞാൽ two different approaches to human character recognition.
ഓൺലൈൻ ആയിട്ടും ഉണ്ട് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഡാറ്റ ആർ ക്യാപ്ചർഡ് ഡ്യൂറിങ് റൈറ്റിംഗ് പ്രോസസ് ബൈ എ സ്പെഷ്യൽ പെൻ ഓർ എ ഇലക്ട്രോണിക് സർഫസ്. അതായത് നെറ്റിന്റെ സഹായത്തോടെ നമ്മൾ അപ്പപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ പെൻ ഉപയോഗിച്ചു ഇല്ലെങ്കിൽ ഇലക്ട്രിക് സർഫസ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓൺലൈൻ വഴിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ആർ അക്യൂർഡ് ആഫ്റ്റർ റൈറ്റിംഗ് പ്രോസസ്, മൊത്തം ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നത്. അതാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് രണ്ട് രീതിയിലുള്ളത്. അപ്പോൾ OCR ക്യാരക്ടർ റെക്കഗ്നീഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷനും SCR ഹ്യൂമൻ ക്യാരക്ടർ റെക്കഗ്നീഷനാണ്. ഹ്യൂമൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഓഫ്ലൈൻ ആയിട്ടും ഉണ്ടാവും ഓൺലൈൻ ആയിട്ടും ഉണ്ടാവും. ഓൺലൈൻ ആയിട്ടാകുമ്പോഴത്തേക്കും അപ്പം തന്നെ നമുക്ക് ഓരോ വേർഡ് എഴുതുമ്പോൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. ഇനി അടുത്ത ഏരിയയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ബയോ ഇൻഫർമാറ്റിക്സ് ബയോളജിക്കൽ ടേംസ് ആണ്. സോ ബയോ ഇൻഫർമാറ്റിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ടു ദ മാനേജ്മെന്റ് ഓഫ് ബയോളജിക്കൽ ഇൻഫർമേഷൻ. ബയോളജി ഇൻഫർമേഷൻസിനെ പറ്റിയുള്ള മാനേജ്മെന്റിന് യൂസ് ചെയ്യണ കമ്പ്യൂട്ടർ ടെക്നോളജീനെയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ് ടു ഗ്യാദർ, സ്റ്റോർ, അനലൈസ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി then be applied to gene based drug discovery and the development. അങ്ങനെ പല കാര്യങ്ങളിലും ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് മെയിനായിട്ട് യൂസ്. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോന്നും ഐഡന്റിഫൈ, എത്ര ഡിസ്റ്റൻസിലുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദൂരെയുള്ള നമ്മൾ റിമോട്ട് വെച്ചിട്ടൊക്കെ ഇതൊക്കെ ഇല്ലേ, ഇറ്റ് മീൻസ് സെൻസിങ് ദ തിങ്സ് ഫ്രം എ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിലുള്ള സാധനങ്ങളെയും സെൻസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടേഷൻ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. റിമോട്ട് സെൻസിങ് ഈസ് ദ ആർട്ട് ആൻഡ് ദ സയൻസ് ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഒബ്ജക്ട് വിത്തൗട്ട് ബീയിങ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഒബ്ജക്റ്റായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാണ്ട് തന്നെ വേറെ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് GIS ടെക്നോളജി ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഡിജിറ്റൽ കാർട്ടോഗ്രഫി ആൻഡ് ദ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് എന്ത് ഈ GIS എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. GIS എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ക്യാപ്ചറിങ്, സ്റ്റോറിങ്, ചെക്കിങ് ആൻഡ് ഡിസ്പ്ലേയിങ് ഡാറ്റ റിലേറ്റഡ് ടു വേരിയസ്, അതായത് എർത്തിൻ്റെ സർഫസിലെ വേരിയസ് പൊസിഷനിൽ നിന്ന് ഡാറ്റാസ് ക്യാപ്ചർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ചെക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, സോ GIS ആപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ സോയിൽ മാപ്പിങ്ങിന് യൂസ് ചെയ്യും, ഫോറസ്റ്റ് മാപ്പിങ്ങിന് യൂസ് ചെയ്യാം, വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് അർബൻ പ്ലാനിങ്, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്, പ്രിസിഷൻ അഗ്രികൾച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, GIS ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഇൻ്റലിജൻസ്. ആദ്യം ബയോമെട്രിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, റോബോട്ടിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ വിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ബയോ ഇൻഫർമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, OCR ആൻഡ് HCRൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ GISൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതും എല്ലാത്തിൻ്റെ ഓരോ ഡെഫിനിഷൻസ് മാത്രമായിട്ട് പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൻ്റെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിന്, സ്പീച്ച് റെക്കഗ്നിഷൻ, ഇതിനൊക്കെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, നമുക്ക് എല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലാസ്റ്റ് സെക്ഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറഞ്ഞ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനെ പറ്റി പറയാനുള്ളത്. ഇതോടെ ആ ചാപ്റ്റർ തീർന്നു. അപ്പോൾ AI എന്താണെന്ന് പഠിക്കുക, AIയുടെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ പഠിക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഇൻ്റലിജൻസ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് പഠിക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.